ഹായ്, ഇന്ന് വന്നിട്ടുള്ളത് ഒരമ്മയുടെയും മോളുടെയും സാരി ബ്ലൗസിൻ്റെ ഒരു കഥയാണ് കേട്ടോ. ആക്ച്വലി ഇത് മോളുടെ സാരിയാണ്. അവർക്ക് ട്രിവാൻഡ്രത്ത് ഫംഗ്ഷൻ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ മോളുടെ തന്നെ ഒരു ബ്ലൗസാണിത്. ആക്ച്വലി അമ്മയ്ക്കും മോൾക്കും അവർ മാറി മാറി ഉടുക്കാറുണ്ട് കേട്ടോ. ഏകദേശം ഒരേ അളവാണ്. പക്ഷേ ഇത് മോൾക്ക് വേണ്ടിയിട്ട് റീസെൻ്റായിട്ട് ചെയ്യിച്ചൊരു ബ്ലൗസാണ് കേട്ടോ. അട്ടർലി ഫ്ലോപ്പാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം ഇതാണ് ബ്ലൗസ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ സാരിയുടെ കളറ്, സാരിയുടെ ബോർഡർ നമുക്ക് വേറെ കിട്ടാനില്ലാത്തതിന് വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ആ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൗസ് മുറിച്ചു, അപ്പാടെ മുറിച്ചു. അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. പുതിയ ബ്ലൗസാണ് ഇത്. സ്ലീവ് കട്ട് ചെയ്ത് പുതിയ ബ്ലൗസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മോൾക്ക് അമ്മയുടെ സാരി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾക്ക് രണ്ടാമത് തയ്ച്ചിട്ടുള്ള ബ്ലൗസാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് വേറെ മെറ്റീരിയൽ എടുത്ത് എന്നിട്ട് സാരിയുടെ താഴെ നിന്ന് ഉടുക്കുന്ന വശത്ത് നിന്ന് ബോർഡർ എടുത്തിട്ടാണ് കേട്ടോ നമ്മളിതിൻ്റെ ബോർഡർ വെച്ച് സ്ലീവിന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്ക് കുറച്ച് മോഡലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പോട്ട്ലി ബട്ടണൊക്കെ കൊടുത്തിട്ട് കൊളുത്ത് ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ താഴെ കൊളുത്തുണ്ട്, പക്ഷേ മുകളിലും കൊളുത്ത് പ്ലാൻ ചെയ്തു. പക്ഷേ കൊളുത്ത് ബാക്ക് കുറച്ച് എന്താ പറയണേ, കുറച്ച് ഫ്ലഷി ആയിട്ടിരിക്കുന്ന ഒരു ബോഡി ഷേപ്പ് ആയതുകൊണ്ട് ബാക്ക് കൊളുത്തങ്ങ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതങ്ങ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ച് ടൈ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രണ്ട് ടൈ ആക്കി കൊടുത്ത് ടാസൽസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തേക്കാണ്. ആക്ച്വലി ഇതാണ് കേട്ടോ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അല്ലാതെ വേറെ ബാക്ക് പ്ലെയിനായിട്ട് കിടക്കുമായിരുന്നു. അപ്പം ഇത് കുറച്ച് അധികം മുടിയുള്ള ഒരു കസ്റ്റമറാണ് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്, നല്ല ഭംഗിയുള്ള മുടിയുള്ള ഒരാളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് ബ്രൈഡ് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാസിൽ ഈ ടൈ കൂടെ വന്നു കഴിഞ്ഞാൽ ഭംഗിയാവുമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് എമർജൻസി ആയിട്ട് സാരി ഫോൾഡിങ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ വർക്കാണ് കേട്ടോ ഇത്. സാരി ഫോൾഡിങ് ഒക്കെ വൈകുന്നേരം ആയപ്പോഴത്തേനും ചെയ്ത് തീർത്ത് വിട്ടു കേട്ടോ. കഴിഞ്ഞ ദിവസം ബോക്സ് ഫോൾഡ് ഒരു 6 എണ്ണം ഒരുമിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ബൾക്കായിട്ടുള്ളൊരു ഓർഡറാണ്. ആദ്യമായിട്ടാണ് കേട്ടോ അത്രയും ഒറ്റ നിൽപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 6 എണ്ണം തന്നെ ഫോറിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് സാരി ഉടുക്കാനൊന്നും അറിയില്ലല്ലോ. മാത്രവുമല്ല അത് 6 എണ്ണം ബൾക്കായിട്ട് ഫുൾ വർക്ക് എൻ്റെ ഫ്രണ്ടിന് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹെയറും മേക്കപ്പും എല്ലാം തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവൾക്കും കുറച്ചും കൂടെ ഹെൽപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ഫോൾഡിങ് കൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും സമയം ലാഭിക്കാമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ 6 എണ്ണം ഉണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ വീഡിയോ ഇതിൻ്റെ കൂടെ പിൻ ചെയ്തേക്കാവേ. ഇതാണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ കൂടുതലായിട്ട് സാരി ഫോൾഡിങ്ങിൻ്റെയൊക്കെ വർക്ക് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് പഠിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ, ഈസിയാണ്.